ഒട്ടും അഹംഭാവമില്ലാത്ത ഒരു നക്ഷത്രക്കാരാണ് അവിട്ട നക്ഷത്രക്കാർ. ആരുടെയൊക്കെ വേണേലും മനോഹരമായിട്ട് തന്നെ സംസാരിച്ച് സുഹൃത്തുക്കളെയൊക്കെ കുറേ പേര് നേടുന്ന ആൾക്കാരാണ് അവിട്ട നക്ഷത്രത്തിലുള്ളവർ. ഒക്കെ എത്ര വർഷം കഴിഞ്ഞിട്ടാണേലും ഇവരുടെ ശത്രുക്കളാണെന്നുണ്ടെങ്കിൽ അവർക്ക് തിരിച്ച് ഉറപ്പായിട്ട് ഇവർ പണി കൊടുക്കും. അതിനുള്ള യാതൊരു മടിയും കാര്യങ്ങളും ഇവർക്കില്ല. നമസ്കാരം. മെട്രിക്സ് ചാനലിൻ്റെ സെഗ്മെൻ്റായ ജ്യോതിഷ കൃഷ്ണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിഷുഫലത്തിൽ അവിട്ടം നക്ഷത്രത്തിൻ്റെ വിഷുഫലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അവിട്ടം നക്ഷത്രത്തിൻ്റെ വിഷുഫലം പറയുന്നതിന് മുമ്പ് തന്നെ ഇന്നത്തെ പോലെ തന്നെ ഉള്ള വീഡിയോയിൽ പറയുന്നത് ആദ്യം ആ നക്ഷത്രത്തിൻ്റെ അല്ലെങ്കിൽ ആ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ കുറച്ച് ഗുണഗണങ്ങളെ പറ്റിയാണ് നമ്മളെല്ലാ വീഡിയോയിലും ആദ്യം തന്നെ പറയുക. അതിന് ശേഷമാണ് നമ്മൾ വിഷുഫലത്തെക്കുറിച്ച് പൂർണ്ണമായിട്ടും പറയുന്നത്. അതിനു മുമ്പ് തന്നെ ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, ഇപ്പോഴത്തെ ഒരു സമയം, അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നതിനുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക, ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം. ചിലർക്ക് മുന്നോട്ട് പോകുന്നതിലൊക്കെ പല രീതിയിലുള്ള തടസ്സങ്ങൾ, ശത്രുക്കളുടെ ഒരു മനോഭാവത്തോടു കൂടി പലരും സമീപിക്കുന്നു. ഇവരെ കുറച്ച് ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ ഒരു കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞ് അതിനുള്ളൊരു പരിഹാരമൊക്കെ ചെയ്യണമെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. കൂടുതലും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നത്. ഇപ്പോഴത്തെ ഒരു കലിയുഗത്തിൽ അങ്ങനെയുള്ളൊരു കാര്യമാണ് കൂടുതലും വരുന്നത്. അപ്പോൾ അതിനുള്ളൊരു പരിഹാരം കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് പറയാം. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുള്ളവർ താഴെ കാണുന്ന ഈ നമ്പറിൽ, അതായത് ജ്യോതിഷ സംബന്ധമായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഇനി അവിട്ടം നക്ഷത്രത്തിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് തന്നെ ആദ്യം തന്നെ പറയാം. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർ കർമ്മകുശലത കൊണ്ടും ഭയങ്കര ബുദ്ധി സാമർഥ്യം കൊണ്ടും തന്നെ പല സ്ഥലത്തും അവർ വിജയിക്കുന്ന ഒരാൾക്കാരാണ്. ഒട്ടും അഹംഭാവമില്ലാത്ത ഒരു നക്ഷത്രക്കാരാണ് അവിട്ടം നക്ഷത്രക്കാർ. പെട്ടെന്ന് ചില സമയത്ത് ചൂടാകും. അവർക്കൊരു സെൻറ്റിമെൻറ്റ്സിലൊക്കെ ഒരു ഭയങ്കര ഒരു കാര്യമുണ്ട്. അതായത് അവരുടെ ബന്ധുക്കാർ, അതുപോലെ തന്നെ കൂട്ടുകാർ, അവരോടൊക്കെ ഒരു ഭയങ്കരമായിട്ടൊരു സ്നേഹമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സംഭവിച്ചാൽ ഇവർക്ക് ഭയങ്കരമായിട്ട് താങ്ങാൻ പറ്റൂല. അവർ പെട്ടെന്ന് തന്നെ അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. അതൊരു വിഷമമുള്ള കാര്യത്തിലാണെങ്കിൽ അതുപോലെ തന്നെ വിഷമായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് ദേഷ്യം വരുന്നൊരു അവസരം, അല്ലെങ്കിൽ അവരെ ആരെങ്കിലും ദ്രോഹിക്കുകയാണ്, അതിനുള്ള മറുപടി ഇവർ കൊടുത്തിരിക്കും. ആരുടെയൊക്കെ വേണേലും മനോഹരമായിട്ട് തന്നെ സംസാരിച്ച് സുഹൃത്തുക്കളെയൊക്കെ കുറേ പേര് നേടുന്ന ആൾക്കാരാണ് അവിട്ടം നക്ഷത്രത്തിലുള്ളവർ. പണ്ട് കാലത്തെ ആൾക്കാർ പറയുന്ന പോലെ അവിട്ടം നക്ഷത്രം എന്ന് പറഞ്ഞാൽ തവിട്ടിലും നേടും. അതുപോലെ തന്നെ നേടുന്ന ഒരാൾക്കാരാണ്. പല രീതിയിലും തന്നെ കഷ്ടപ്പെട്ട് ധാരാളം പണം സമ്പാദിക്കാനുള്ള കഴിവും കാര്യങ്ങളും ഒക്കെ ഇവർക്കുണ്ട്. അതുപോലെ തന്നെ ശത്രുക്കളൊക്കെ ഇവർക്ക് കുറച്ച് പേര് വെട്ടിത്തുറന്ന് പറയുന്നതുകൊണ്ട് ഇവർക്ക് ശത്രുക്കളും കാര്യങ്ങളൊക്കെ വരും. അവരെയൊക്കെ എത്ര വർഷം കഴിഞ്ഞിട്ടാണേലും ഇവരുടെ ശത്രുക്കളാണെന്നുണ്ടെങ്കിൽ അവർക്ക് തിരിച്ച് ഉറപ്പായിട്ട് ഇവർ പണി കൊടുക്കും. അതിനുള്ള യാതൊരു മടിയും കാര്യങ്ങളും ഇവർക്കില്ല. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവരുടെ ശത്രുക്കളാണോ, എത്ര വർഷം കഴിഞ്ഞാണേലും ഇവർ തിരിച്ച്, ഇവർക്ക് എന്താണ് അനുഭവം ഉണ്ടായത് അതിനെയൊക്കെ കൂടുതലായിട്ട് അവർ തിരിച്ചടിച്ചിരിക്കും. അതാണ് അവിട്ടം നക്ഷത്രക്കാരുടെ കാര്യം. അതുപോലെ തന്നെ അവർക്ക് വിവാഹത്തിൻ്റെ ഒരു കാര്യത്തിലാണേലും ഇപ്പോൾ കുഴപ്പമില്ലാത്തൊരു സമയമാണ്. എങ്കിൽ പോലും ഇവർക്ക് ലഭിക്കുന്ന ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ തറവാട്ടിൽ പിറന്ന സ്ത്രീ എന്ന് പറയും, അല്ലെങ്കിൽ തറവാടിയാണെന്ന് പറയൂലേ, അങ്ങനെയുള്ളൊരു ആളെ ആയിരിക്കും വിവാഹം കഴിക്കാനായിട്ട് ലഭിക്കുന്നത്. ഇപ്പം ഒരു പെൺകുട്ടിയാണ് അവിട്ടം നക്ഷത്രമെങ്കിൽ നല്ല തറവാടിത്തമുള്ളൊരു പയ്യനെ തന്നെ ലഭിക്കും. ഇപ്പോൾ ഒരു ആണാണെങ്കിൽ തറവാടിത്തമുള്ളൊരു പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കാനായിട്ട് ലഭിക്കും.
എന്നുള്ളതാണ് നമ്മുടെ അവിട്ടം നക്ഷത്രത്തിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ ഇവർ എല്ലാവരുമായിട്ട് ചങ്ങാത്തം കൂടി തന്നെ സന്തോഷമായിട്ടൊക്കെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. വെറുതെ എപ്പോഴും അലമ്പ് വഴക്ക് അങ്ങനെയുള്ള കാര്യത്തിനൊന്നും പോകാൻ ഇവർക്ക് താല്പര്യമില്ല. അത്യാവശ്യം ഇവർക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് അറിവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ഇവർ നല്ലപോലെ വായിക്കും, അതിനെക്കുറിച്ചൊക്കെ എന്താ പറയുക, ഇപ്പം അതിൻ്റെ അകത്തുനിന്നൊരു എന്താണ് അതിൻ്റെ അകത്ത് ഉൾക്കൊണ്ടിരിക്കുന്നത് അത് കറക്റ്റായിട്ട് ഇവർ ഉൾക്കൊണ്ട് അതിൻ്റെ കാര്യം എന്താണ് ആ ഒരു ഇതിൽ പറഞ്ഞിട്ട്, ഒരു കഥയാണ് അതിൻ്റെ അകത്തൊരു മീനിങ് എന്തായിരിക്കും, അതിൻ്റെ അകത്ത് അവർ എന്താണ് അതിൻ്റെ അകത്ത് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അതൊക്കെ ഇവർ കറക്റ്റായിട്ട് പിടിച്ചെടുക്കും. കുറച്ച് നേരം ഇപ്പം കുട്ടികളാണെന്നുണ്ടെങ്കിൽ, അതായത് വിദ്യാർത്ഥികളാണെങ്കിൽ കുറച്ച് നേരം ഒരു ബുക്ക് വായിച്ചാൽ മതി, അവരപ്പം തന്നെ നല്ല രീതിയിൽ പഠിക്കും. അവർക്ക് അതിനുള്ള കഴിവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാനിപ്പം ഇടയ്ക്ക് വിദ്യാർത്ഥികളുടെ കാര്യം പറയുന്നില്ല എന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ കണ്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വിദ്യാർത്ഥികളുടെ കാര്യം കൂടി പറഞ്ഞത്. അവർക്കും കുഴപ്പമൊന്നുമില്ല, അവരും ബുദ്ധിപൂർവമായി തന്നെ മുന്നോട്ട് പോയാലും നല്ല ഉദ്യോഗമൊക്കെ ലഭിക്കുന്നതിനുള്ളൊരു സാഹചര്യം കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്. അപ്പം നന്നായിട്ട് പഠിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. കുറച്ച് നേരം പഠിച്ചാൽ മതി, അവർക്ക് പെട്ടെന്ന് തലയിൽ കയറും, അതിനുള്ള ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അവിട്ടം നക്ഷത്രത്തിൻ്റെ വിഷു ഫലത്തെക്കുറിച്ച് തന്നെ നമുക്ക് പറയാം. ഇനിയിപ്പോൾ നമ്മൾ പറയുന്നത് അവിട്ടം നക്ഷത്രത്തിൻ്റെ വിഷു ഫലത്തെക്കുറിച്ചാണ്. വിഷു ഫലത്തിൽ ആദ്യം തന്നെ അവിട്ടം നക്ഷത്രത്തിൽ പിറന്നവർക്ക് ഈ വർഷം പൊതുവെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. ഏഴര ശനിയുടെ അപഹാര കാലഘട്ടം ഉണ്ടെങ്കിൽ കൂടി ഇവർക്ക് ഭദ്രകാളിയുടെ ഒരു ഈശ്വരാധീനം, അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ ദേവത ഏതാണോ, ചിലപ്പം അയ്യപ്പനായിരിക്കാം, ചിലപ്പോൾ ശിവനായിരിക്കാം, ചിലപ്പോൾ ദേവിയായിരിക്കാം, അവരുടെ ഒരു ഈശ്വരാധീനം ഇവരുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ജോലിയിലൊക്കെ ഉയർച്ച കാര്യങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. ആവശ്യത്തിലധികം പണം നേടാനും സമ്പാദിക്കാനും ഒക്കെ ഉള്ളൊരു വർഷം ആണിത്. അതുപോലെ പല ബന്ധുക്കളും നമ്മളെ സഹായിക്കുന്ന ഒരു സമയം കൂടിയാണ്. പിതാവിൽ നിന്നുമൊക്കെ ഉള്ള ഒരു ഭൂസ്വത്ത് കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വർഷം. മാതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ബന്ധുക്കളുമായിട്ടൊക്കെ ഒരു ചെറിയൊരു നീരസം, കുറച്ച് ചേരാത്ത, അതായത് കുറച്ച് വഴക്കിടേണ്ട ഒരു അവസ്ഥ കാര്യങ്ങളൊക്കെ വന്നു ചേരും. എങ്കിലും ഇവരുടെ ഒരു കഴിവിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോകുന്നൊരു കാര്യമാണ് കൂടുതലായിട്ട് കാണുന്നത്. ആവശ്യത്തിൽ കൂടുതൽ ഒരു പണം കാര്യങ്ങളൊക്കെ ഈ വർഷം ഇവർക്ക് വന്നു ചേരും. ലോട്ടറിയൊക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ വളരെ നല്ലതാണ് എന്ന് പറഞ്ഞ് കണ്ടമാനം ലോട്ടറി എടുക്കാനല്ല, മാസത്തിൽ ഒരെണ്ണം എടുക്കുക. അപ്പോൾ അതിൽ ഭാഗ്യം ലഭിക്കാനൊക്കെ ഒരു സമയം കാര്യങ്ങൾ കാണുന്നു. ആഡംബരമൊക്കെ ഇത്തിരി കുറയ്ക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ പൈസ കൂടുതൽ വരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ ആഡംബരമായിട്ട് കുറച്ച് പൈസ ചിലവാക്കി കളയരുത്, അത് സൂക്ഷിക്കുക. അവരുടെ മക്കൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ഒരു പ്രയോജനമായിരിക്കും അത്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കൂടുതൽ ആഡംബരാക്കാൻ പോയാൽ പിന്നെ കടം ആയിപ്പോവും. അതൊന്ന് വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ ആരെയും കണ്ണു അടച്ച് വിശ്വസിക്കരുത് ഈ വർഷം. പലരും നിങ്ങളുടെ കൂട്ടുകാരായിട്ടൊക്കെ, അതായത് നമ്മളുമായിട്ട് ചിലപ്പോൾ പിണങ്ങി നിന്നവർ വീണ്ടും ഇണങ്ങി കൂട്ടുകാരൊക്കെ ആയിട്ട് വരാനുള്ളൊരു സാഹചര്യം കാര്യങ്ങളൊക്കെ കാണുന്നു. അപ്പം അങ്ങനെയുള്ളപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. അവിട്ടം നക്ഷത്രക്കാർ പ്രത്യേകിച്ച് പറയാനും വളരെയധികം ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവൃത്തി അവർ കാണില്ല, മോശം പ്രവൃത്തി മാത്രം കണ്ട് വീണ്ടും നിങ്ങളിപ്പോൾ ഒന്ന് നന്നായതുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു പണി തരാനായിട്ട് അവർ സൗഹൃദം സ്ഥാപിച്ച് അടുത്ത് വരാനായിട്ടുള്ളൊരു സാഹചര്യം കാര്യങ്ങളൊക്കെ കാണുന്നു. നിങ്ങൾ ആരെയും ദ്രോഹിക്കണമെന്നും അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല, പക്ഷെ ഇങ്ങോട്ട് വന്ന ഒട്ടും അങ്ങോട്ട് വിടത്തില്ല. അതാണ്, അത് എത്ര നാൾ കഴിഞ്ഞിട്ടാണേലും അതിനുള്ള കാര്യം കൊടുത്തിരിക്കും. അതങ്ങനെയാണ്. അങ്ങനെ കുറച്ച് പേരുണ്ട്. അങ്ങനെ കുറച്ച് പേരുണ്ടെങ്കിൽ തന്നെയേ ഉള്ളൂ കാര്യങ്ങളൊക്കെ റെഡിയാവുള്ളൂ. അല്ലെങ്കിൽ പലർക്കും എല്ലാവരും ദ്രോഹിക്കാന്നൊക്കെ വിചാരിച്ചു പോവില്ലേ. അപ്പം അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. കൂട്ടുകൂടുന്ന വീണ്ടും ആൾക്കാർ വരാൻ നേരത്ത്, അതായത് കുറച്ചൊന്നും നമ്മൾ, അല്ലാതെ നല്ല കുറച്ച് ആൾക്കാരുണ്ടാവും, അത് നിങ്ങൾക്ക് ഏകദേശം അറിയാൻ പറ്റും. എങ്കിലും കൂടുതലായിട്ട് വഴക്കിട്ട് പോയ ആൾക്കാർ വീണ്ടും സൗഹൃദം സ്ഥാപിച്ചു വരികയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക. കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ മാസത്തിൽ ഏതെങ്കിലും ഒരു വ്യാഴാഴ്ചയൊക്കെ ഒരു പാൽപ്പായസമൊക്കെ നടത്തി പോവുകയാണെങ്കിൽ വളരെയധികം നന്നായിരിക്കും. സാമ്പത്തികമായിട്ടൊക്കെ ഉയർച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുട്ടികൾക്കൊക്കെ നല്ല ജോലി വിദ്യാഭ്യാസമൊക്കെ ലഭിക്കുന്നുള്ളൊരു സമയമാണ്. അതായത് അവിട്ടം നക്ഷത്രത്തിൽ പിറന്നവരുടെ മക്കൾക്കാണേലും അവിട്ടം നക്ഷത്രത്തിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണേലും ഒക്കെ
പൊതുവെ നല്ലൊരു സമയമാണ്. കാരണം അവരൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുകയും അതുപോലെ തന്നെ ജോലിയിലൊക്കെ അല്ലെങ്കിൽ ജോലി വാങ്ങിക്കാനായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ എഴുതുകയാണെങ്കിൽ അതൊക്കെ വിജയിക്കാനുള്ള ഒരു കാര്യമൊക്കെ ഈ വർഷം കാണുന്നു. കാരണം മൊത്തത്തിലായിട്ടുള്ളൊരു പഠനം കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അവരുടെ ജോലിയിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിലധികം ധനം സമ്പാദിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഒരു വീട് നിർമ്മിക്കാനും അല്ലെങ്കിൽ ഇപ്പോൾ വീട് പണി നടക്കുകയാണെങ്കിൽ അത് പൂർത്തിയാക്കിക്കൊണ്ട് ആ ഗൃഹത്തിൽ പ്രവേശിച്ച് താമസിക്കാനും ഒക്കെ ഉള്ള ഒരു യോഗം കാര്യങ്ങളൊക്കെ കാണുന്നു. പിന്നെ ആരോഗ്യപരമായിട്ട് വളരെയധികം ശ്രദ്ധിക്കുക. ശ്വാസ സംബന്ധമായിട്ടുള്ള ഒരു അസുഖം വരാതെ ഒന്ന് നോക്കുക. കാരണം നമ്മുടെ ജോലി സംബന്ധമായിട്ടും അല്ലാതെ ഇപ്പോൾ പുറത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വെയിലായതുകൊണ്ട് പൊടി പടലങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാതെ ഒന്ന് കെയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ശ്വാസ സംബന്ധമായ അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ വരാതെ നോക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് ഈ ജോലിയിലൊക്കെ പോകാനും ഒക്കെ ഒരു തടസ്സങ്ങൾ കാര്യങ്ങൾ കാണും. അപ്പം അങ്ങനെയുള്ളൊരു കാര്യം പ്രധാനമായിട്ടും തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കുടുംബത്തിൽ പൊതുവെ സമാധാനം ഐശ്വര്യമൊക്കെ വരുന്ന ഒരു വർഷം കൂടിയാണ് ഈ വർഷം അവിട്ടം നക്ഷത്രത്തിന്. അപ്പോൾ ഇതാണ് അവിട്ടം നക്ഷത്രത്തിൻ്റെ വിഷുഫലം. ഈശ്വരാനുഗ്രഹം കൊണ്ട് വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോവാം. നല്ലൊരു സമയമാണ്. പണം സമ്പാദിക്കാവുന്ന സമയമാണ്. നിങ്ങളുടെ ടൈം അപ്നെ ടൈം ആകെയാ അല്ലേ എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ സമയമായി. നിങ്ങളുടെ സമയം വന്നു ചേർന്നിരിക്കുകയാണ്. അതായത് പണം സമ്പാദിക്കാനായിട്ടുള്ളൊരു സമയം വന്നു ചേർന്നിരിക്കുകയാണ് ഈ വർഷം. അപ്പോൾ ഇതാണ് അവിട്ടം നക്ഷത്രത്തിൻ്റെ വിഷുഫലം. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുന്നു, ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടൂല, അതുകൊണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സം, ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, ഇപ്പോഴത്തെ സമയം മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന ഈ നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുന്നു. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. ജീവേഷ്.